സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം തിരുലിഖിതം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉത്സാഹശാലിയായിരിക്കുക എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതം 12:24. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയും ദൈവികമായൊരു പുതുജീവന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈ മണിക്കൂറിൽ ദൈവം തൻ്റെ പ്രിയ ജനത്തിൻ്റെ മേൽ വർഷിക്കും. 1-2 പേരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് ഓർമ്മക്കുറവ് വന്ന് വിഷമിക്കുകയായിരുന്നു. അറിയാതെ മൂത്രം പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ്. രാത്രിയിൽ ബെഡിൽ കടന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അറിയാതെ മൂത്രം പോകുന്ന ഈ രോഗം തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. പല ആളുകളെ, പല ഡോക്ടർമാരെയും കാണിച്ചു, ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ അട്ടപ്പാടിയിൽ നിന്ന് പ്രഘോഷണം ചെയ്യപ്പെടുന്ന ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞത്. ഞങ്ങൾ കുടുംബസമേതം ഇതിനു വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിച്ചു. ആ ഒരു ദിവസത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ ഈ രോഗം അലട്ടിയിട്ടില്ല. മേരിക്കുട്ടി ദേവസ്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം ടെലിവിഷനിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് റോസിലി. തൃശ്ശൂരിനടുത്തുള്ള ചേറൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. 10 വർഷത്തോളമായി എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമാണ് എൻ്റെ മൂക്കിൽ മണം കിട്ടാത്ത അവസ്ഥ. 2007 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ കുടുംബസമേതം സെഗിയോൻ ധ്യാനം കൂടി. അപ്പോഴും ഈ ബുദ്ധിമുട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ധ്യാനം കഴിഞ്ഞ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് കേട്ട് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് അഭിഷേകാഗ്നി വചനം കേൾക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി കുറച്ച് ആഴ്ചകൾ അടുപ്പിച്ച് വചനം കേട്ടപ്പോൾ ഈ രോഗത്തിൻ്റെ കെട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഇപ്പോൾ എൻ്റെ മൂക്ക് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് മണം ലഭിക്കുന്നുണ്ട്. എൻ്റെ മൂക്കിനിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ യേശുവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. താമസിച്ച് ഒരു ധ്യാനം കൂടിയിട്ടും
വിടുതൽ കിട്ടാതിരുന്ന ഒരു കഠിനമായ രോഗബന്ധനം 10 വർഷമായി മൂക്കിന് മണം കിടാത്ത അവസ്ഥ. ഈ സഹോദരി അതിനുശേഷം മുടങ്ങാതെ എല്ലാ ആഴ്ചയും ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ട് കർത്താവായി യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പരിണതഫലമായി കുറച്ച് നാളുകൾ തുടർച്ചയായി വചനം കേൾക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്തപ്പോൾ ആ സഹോദരിയുടെ 10 വർഷമായ രോഗത്തിൻ്റെ ആധിപത്യം ആ ശരീരത്തിൽ തകർന്ന് വിടുതൽ പ്രാപിച്ചു. തുടരെ എല്ലാ ആഴ്ചകളിലും വചനം കേൾക്കുന്നതിന് വിലയുണ്ട്. എല്ലാ ആഴ്ചകളിലും വചനം കേൾക്കുന്ന ദൈവം അംഗീകരിക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ ദൈവവചനം കേൾക്കാൻ മടി, ക്ഷീണം, തളർച്ച, ഉണർവില്ലായ്മ, താല്പര്യമില്ലായ്മ, ഈ മേഖലകളിൽ സാത്താൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും ദൈവവചനം കേൾക്കാനുള്ള ഉത്സാഹക്കുറവ് വിട്ടുമാറിപ്പോകട്ടെ. വലിയ ഉണർവിൻ്റെ അഭിഷേകം നിറയട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവിക സ്പർശനം ലഭിക്കട്ടെ. അന്ധകാരത്തിൻ്റെ പീഡകളും അന്ധകാരത്തിൻ്റെ കോട്ടകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, സൗഖ്യത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, രോഗങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നവ്യമായൊരു അഭിഷേകം, സമാധാനം, സന്തോഷം, ഉണർവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 24-ാം തിരുലിഖിതം. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി, ഒരു സ്വഭാവ രീതിയുണ്ട്. ഞാനും നിങ്ങളും നന്നായി കഠിനമായി അധ്വാനിക്കണം എന്നുള്ളത്. ഇന്നൊരുപാട് പേർക്ക് അധ്വാനിക്കാൻ ഇഷ്ടമല്ല. ഇന്ന് ചുളിവിൽ കാര്യങ്ങൾ നടക്കണം. എളുപ്പത്തിൽ, ഷോർട്ട് കട്ടിൽ, കൈ അനങ്ങാതെ, മെയ് അനങ്ങാതെ, ശരീരക്ലേശം കൂടാതെ എങ്ങനെ എളുപ്പത്തിൽ ചുളിവിൽ കാര്യങ്ങൾ നടത്താം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ അനേകർക്ക് ഉയർച്ചയല്ല തകർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന തകർച്ചയുടെ പിന്നിലുള്ള ഒരു കാരണം കഠിനാധ്വാനത്തെ വെറുക്കുന്നു. അധ്വാനത്തിൽ, ജോലിയിൽ ഉത്സാഹമില്ല എന്നുള്ളതാണ്. ഉത്സാഹശാലിയായ ഒരു ദൈവവൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവൻ എന്ത് ചെയ്താലും അവിടെ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അവന് വലിയ സമൃദ്ധി, അവന് വലിയ വിജയം, അവന് ഉയർച്ച, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം ഉത്സാഹശാലിയുടെ കൂടെയാണ് എന്നാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുലിഖിതം. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. ഞാനും നിങ്ങളും നല്ല ഉത്സാഹശാലിയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ ഒരു ഉയർച്ച ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഞാൻ ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ രാത്രി 12 മണി 1 മണി സമയമാകുമ്പോൾ വരികയാണ്. അപ്പോൾ ടോർച്ച് അടിച്ചുകൊണ്ട് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റിനും ഒരാൾ നടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതാരാണ്. ഞാൻ വണ്ടി നിർത്തി, ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കൂടെ ജോലിക്കെടുത്ത ഒരു എളിയ ശുശ്രൂഷകനാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ഇവിടെ? ആ ചേട്ടൻ പറയാണ്, അച്ഛാ, ഞാൻ ഇവിടുന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോയാലും ഞാൻ രാത്രിയിൽ വന്ന് ഇതിന് ചുറ്റിനും നോക്കും.
ഈ ധ്യാന കേന്ദ്രത്തിൽ ആരെങ്കിലും വരുന്നുണ്ടോ? വല്ല കള്ളന്മാരുടെ ശല്യമുണ്ടോ? ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ദുഷ്ടലാകോടെ ആരെങ്കിലും വരുന്നുണ്ടോ? രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ആരെങ്കിലും ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? ഇതെല്ലാം നോക്കാൻ വേണ്ടി ഇദ്ദേഹം അർദ്ധരാത്രിക്കും വെളുപ്പാങ്കാലത്തും അദ്ദേഹത്തിന് ആത്മാവ് പ്രേരിപ്പിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഉത്സാഹത്തോടെ തണുപ്പടിച്ച് വേദന സഹിച്ച് ആ കൊടും തണുപ്പത്ത് ടോർച്ചടിച്ച് ഇതിന് ചുറ്റിനും നടന്ന് നോക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഇന്ന് ആദ്യമായിട്ട് ചെയ്യണമാണ്? അദ്ദേഹം പറഞ്ഞു അല്ല, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഞാൻ എടുത്ത ജോലിക്കെടുത്ത സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ജോലിക്കെടുത്തത് ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ അടുക്കളയിലെ ചില പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ജോലിക്കെടുത്തത്. അടുക്കളയിലെ ചില ശുശ്രൂഷകൾ, അടിച്ചു വാരുക, പാത്രം കഴുകുക, അടുക്കളയിലെ വലിയ ചെരുവുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കുക, അതിനൊക്കെ വേണ്ടിയാണ് ജോലിക്കെടുത്തത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ജോലിക്കെടുത്തത്, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ആ പാത്രം കഴുകുന്ന, ആ അടുക്കളയിലെ ജോലി ചെയ്യുന്ന ആ ജോലിയോട് വിശ്വസ്ത പുലർത്തി ആ ജോലി ചെയ്തിട്ട് ബാക്കി സമയം സഗിയോൻ ധ്യാന കേന്ദ്രത്തോട് വിശ്വസ്തത പുലർത്തി നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഈ ആലയത്തെ സ്നേഹിച്ച് ഇതിനു വേണ്ടി പകല് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി ഇതിനോട് ഉത്സാഹത്തോടെ ഈ സഗിയോൻ ആലയത്തെ, സഗിയോൻ ധ്യാന കേന്ദ്രത്തെ ആ വ്യക്തി, ആ ചേട്ടൻ അങ്ങോട്ട് കഠിനാധ്വാനം ചെയ്ത് അങ്ങോട്ട് പരിചരിച്ച് വളർത്തുകയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ കണ്ട കാഴ്ച എന്നറിയോ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോയില്ല. ഞാൻ കണ്ട കാഴ്ച ആ ചേട്ടൻ ആ അടുക്കളയിലെ ജോലിയിൽ നിന്ന് ഉയർന്ന് ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ സഗിയോനെ സഹായിക്കാൻ തക്കവണ്ണം പ്രാവീണ്യമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു വലിയ കഴിവുള്ള മനുഷ്യനായി ദൈവത്താൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞാൽ അടുത്ത നിലയിൽ സഗിയോൻ ധ്യാനകേന്ദ്രത്തിന് ഹെൽപ്പായി നിൽക്കാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ പടിപടിയായി ഉയർത്തി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിവ് കൊടുത്ത്, സ്വഭാവം കൊടുത്ത്, തെളിമ കൊടുത്ത്, ഉയർച്ച കൊടുത്ത് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച്. അതാണ് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ തിരുലിഖിതം. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. സുഭാഷിതങ്ങൾ 21:5. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അഭിവൃദ്ധി കൊണ്ടുവരുന്നത് ശരി തന്നെയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവരാജ്യ രഹസ്യമാണ് ഈ ഭൂമിയിൽ ജീവനും ജീവിതവും തന്ന ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന രഹസ്യമാണ്. ഈ ഭൂമിയിൽ അഭിവൃദ്ധി, സമൃദ്ധി, ഉയർച്ച ഉണ്ടാകാൻ നല്ല ഉത്സാഹശീലം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഒരു 10ാം ക്ലാസ് +1 പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയെ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തു. അന്ന് അച്ഛൻ കൊടുത്തിരുന്നൊരു ഡ്യൂട്ടി, കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ ധ്യാനം നടത്തുമ്പോൾ സ്കിറ്റ് പ്രോഗ്രാം അവതരിപ്പിക്കും. ആ സ്കിറ്റ് പ്രോഗ്രാമിലെ ഒരു ചെറിയ വേഷം എടുക്കണം, ചെറിയൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കണം. ഒരു വയസ്സനായിട്ടോ അല്ലെങ്കിൽ ഒരു നരകത്തിലെ പിശാചായിട്ടോ എന്തെങ്കിലും ഒരു വേഷം അവതരിപ്പിക്കണം. ഇതാണ് അവന് കൊടുത്തിരുന്ന ഡ്യൂട്ടി. ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവൻ രാത്രിയിൽ മുട്ടുകുത്തി നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവൻ രാവിലെ മുട്ടുകുത്തി നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ വളരെ വലിയ തീക്ഷ്ണതയോടെ ഒരുങ്ങുകയാണ്. ഏതാണ്ട് നമ്മൾ 5 ദിവസത്തെ ധ്യാന ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ ഒരുങ്ങുന്നത് പോലെ ഈ പയ്യൻ, ഈ കുട്ടി നന്നായിട്ട് കഷ്ടപ്പാട് സഹിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ ഇന്നലെ മുട്ടുകുത്തി കൊന്തയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നീ ഉപവാസം എടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? നീ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ ആ കുട്ടിയോട് അന്ന് ചോദിച്ച്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ കുട്ടി പറയാണ്, അച്ഛൻ എനിക്ക് അച്ഛൻ്റെ സുവിശേഷ വേലയുടെ കൂടെ ഒരു ദൗത്യം തന്നില്ലേ, ആ സ്കിറ്റ് പ്രോഗ്രാമിൽ ഒരു റോൾ അഭിനയിക്കാൻ. ഞാൻ ആ റോൾ അഭിനയിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വരാൻ വേണ്ടിയാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത്. ഞാൻ കൊന്ത ചൊല്ലിയത്, ഞാൻ ഈ മുട്ടുമേൽ നീന്തി പ്രാർത്ഥിച്ചത്. ആ റോൾ അഭിനയിക്കുമ്പം അവിടെ ദൈവശക്തി വന്ന് ആ കുട്ടികൾക്ക് ആ റോൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ചെറിയ സ്കിറ്റ് പ്രോഗ്രാമിലെ ഒരു ചെറിയ റോൾ, ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നീണ്ടുന്ന ചെറിയൊരു റോള്, ആ റോൾ അഭിനയിക്കാൻ വേണ്ടി ആ വ്യക്തി ഒരു മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു, കഷ്ടപ്പാട് സഹിച്ച് ആ കുട്ടി അതിനുവേണ്ടി ഉത്സാഹത്തോടെ അധ്വാനിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിന് ശേഷം അവൻ്റെ തുടർന്നുള്ള ജീവിതത്തെ ശ്രദ്ധിച്ചു നോക്കി. ഇന്നവൻ വിദേശ രാജ്യങ്ങളിൽ അവൻ ജോലി ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു.
നോക്കുക, ദൈവം അവനെ ഇവിടുന്ന് പെട്ടെന്ന് പടിപടിയായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തി. അവൻ ബോംബെയിലും ഇന്ത്യയിലെ പ്രമുഖ പട്ടണങ്ങളിൽ ജോലിക്ക് പോയി. അതിനുശേഷം അവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിയും ശുശ്രൂഷകളുമായിട്ട് അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നീ നോക്കൂ. ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ, അതിൽ വൈദഗ്ധ്യം നേടിയവൻ, അതിനകത്ത് മികവ് പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവൻ, അങ്ങനെ അതിൽ വൈദഗ്ധ്യം നേടിയ മികവ് പുലർത്തുന്ന ഒരുവനെ നീ നോക്കൂ. അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരികയില്ല. സുഭാഷിതം 22:29. അവന് സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരികയില്ല. ദൈവം അവനെ ഉയർത്തിക്കൊണ്ടു പോകും. ദൈവം അവനെ അനുഗ്രഹിച്ചു കൊണ്ടുപോകും. ദൈവം അവനെ മികവോടെ നടത്തും. ദൈവം അവനെ ഉന്നതങ്ങളിലൂടെ നടത്തും. വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുകയാണ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 15-ാം വാക്യവും ഇത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 7:15 എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രത്യേക പ്രബോധനം കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ദൈവം ലോകത്തിൽ ദൈവമക്കളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രഭാഷകൻ 7:15 പഠിപ്പിക്കുകയാണ്, അല്ലയോ ദൈവമക്കളെ, കഠിനാധ്വാനമോ വയലിലെ വേലയോ നീ വെറുക്കരുത്, അത് അത്യുന്നതം നിശ്ചയിച്ചതാണ്. പ്രഭാഷകൻ 7:15. ഇന്ന് ഒരുപാട് പേർക്ക് കഠിനാധ്വാനം ചെയ്യാൻ മടിയാണ്. പരീക്ഷ അടുക്കുമ്പോൾ കുത്തിയിരുന്ന് പഠിക്കാനായിട്ടൊരു ഉത്സാഹക്കുറവ്. എസ്റ്റേറ്റോ പറമ്പോ കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷിയെടുത്ത് പോയി സമയത്ത് സീസണിൽ നന്നായിട്ട് അവിടെ കടന്ന് ചത്ത് പണിയെടുക്കുക ഒരു വിഷമം. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ശുശ്രൂഷയുടെ അഭിഷേകത്തിന് വേണ്ടി ചത്ത് പണിയെടുക്കുക ഒരു വിഷമം. എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ എങ്ങനെയൊക്കെ നടത്തിക്കൂട്ടിയാൽ മതി ചിന്ത. അത് നാശത്തിൻ്റെ വഴിയാണത്. ഞാനും നിങ്ങളും ഏത് ജീവിതാംശത്തിലാണോ ആ ജീവിതാംശത്തിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മേഖലയ്ക്ക് വേണ്ടി ചത്ത് പണിയെടുക്കണം. ഞാനൊരു ഇടവ വികാരിയാണോ ആ ഇടവയ്ക്ക് വേണ്ടി ഞാനും നിങ്ങൾ ചത്ത് പണിയെടുക്കണം. ഞാനൊരു കൃഷിക്കാരനാണോ ആ കൃഷിയിടത്തിൽ ഞാനും നിങ്ങൾ ചത്ത് പണിയെടുക്കണം. ഒരു വിദ്യാർത്ഥിയാണോ ആ പഠന മേഖലയിൽ ചത്ത് പണിയെടുക്കണം. എന്താണോ ഏത് ജീവിതാന്തസ്സാണോ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, അവിടെ ഞാനും നിങ്ങളും മുഴുവൻ കഴിവ് ഉപയോഗിച്ച് മുഴുവൻ കൃപ ഉപയോഗിച്ച് അധ്വാനിക്കണമെന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യേശു തൻ്റെ ജീവിതകാലത്ത് സദാ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യും, നന്നായിട്ട് ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞു എന്താ ഇങ്ങനെയെന്നൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുണ്ടായി. അപ്പോൾ യേശു ഒരു കമൻ്റ് അതിനെക്കുറിച്ച് കൊടുക്കുകയാണ്. യോഹന്നാൻ 5:17, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നതിലും ജോലി ചെയ്യുന്നതിലും അഭിമാനത്തോടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന യേശുവിനെ യോഹന്നാൻ 5:17 പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ചെയ്യാനുള്ള ജോലി സർവ്വശക്തിയോടെ ചെയ്യുക. എങ്ങനെയെങ്കിലും ചെയ്യുക, ഉന്തിയും തട്ടിയും മുട്ടിയും ചെയ്യുക. അതല്ല, നീ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും, നീ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിലും, നീ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നവനാണെങ്കിലും, സ്വന്തം ജോലി മേഖലയിൽ ചെയ്യുന്നവനാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും ശരി, നീ ചെയ്യാനുള്ളത് സർവ്വശക്തിയോടും കൂടെ ചെയ്യണമെന്ന് വിശുദ്ധ ലിഖിതം എനിക്ക് നിങ്ങൾക്ക് നിർദ്ദേശം തരികയാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം വാക്യം. ചിലർ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യത്തിന് പണമുണ്ട്, എനിക്ക് അത്യാവശ്യത്തിന് സംഗതികളൊക്കെ ഉണ്ട്, ഇനി ഞാൻ അലസനായിരുന്നാലും കുഴപ്പമില്ല എന്ന്. പൊട്ടത്തെറ്റ്. സഭാപ്രസംഗൻ 10:18 പഠിപ്പിക്കുകയാണ്, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഇന്ന് നിനക്ക് പണമുണ്ടായിരിക്കാം, ഇന്ന് നിനക്ക് കഴിവുണ്ടായിരിക്കാം, പക്ഷേ അലസനായിരിക്കാൻ അത് നിനക്ക് അനുവാദം തരുന്നില്ല. നീ ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെ നീ കഠിനാധ്വാനം ചെയ്ത് അത് വർദ്ധിപ്പിക്കണം. നിനക്ക് കിട്ടിയ താലന്തുകൾ നീ വർദ്ധിപ്പിക്കണം. അതിപ്പോൾ എനിക്ക് ആവശ്യത്തിനുണ്ട്, ഇനി ഞാൻ അധ്വാനിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചിരിക്കാൻ നിനക്ക് അനുവാദം ഇല്ല. കർത്താവിൻ്റെ വചനം സഭാപ്രസംഗൻ 10:18 പഠിപ്പിക്കുകയാണ്, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ക്രമവും ചിട്ടയും വേണം. അതിന് ദൈവവചനമാണ് ദൈവം നമുക്ക് അടിസ്ഥാനമായി നൽകിയിരിക്കുന്നത്. ഒരു ജോലി എനിക്ക് എൻ്റെ ദൈവം ഏൽപ്പിച്ചു തന്നാൽ, ഒരു ദൗത്യം എൻ്റെ ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ, കുടുംബത്തിലാകട്ടെ, കൃഷിയിടത്താകട്ടെ, പഠിക്കുന്ന മേഖലയിലാകട്ടെ, ദൈവത്തിൻ്റെ വചനം എല്ലാവരോടുമായി ഒരു മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. പ്രഭാഷകൻ 51-ാം അധ്യായത്തിൽ 30-ാം തിരുലിഖിതം, നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ,
യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ദൈവമേ, ഓരോ ദൗത്യങ്ങളും ഓരോ ജോലികളും സ്നേഹിച്ച് ചെയ്യാനുള്ളത് സർവശക്തിയോടെ ചെയ്യാൻ, അത് നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ, അത് ചെയ്യുമ്പോൾ സ്ഥിരോത്സാഹത്തോടെ ചെയ്യാൻ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണ്, സ്ഥിരോത്സാഹത്തോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങൾ ഉണർത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആത്മാവിൻ്റെ ഒരു അഗ്നി ഈ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. മടി പിടിച്ച് പഠിക്കാതിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, ജോലിക്ക് അലസത പിടിച്ച് ജോലിക്ക് പോകാതെ കുടുംബങ്ങളിൽ ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അഗ്നി വ്യാപരിച്ച് ജോലിയുള്ള അലസത മാറി ഇപ്പോൾ ഉണർവും തീക്ഷ്ണതയും, ജോലി മേഖലയിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ഉണർവും ഇപ്പോൾ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും തകർച്ചകളും കുടുംബങ്ങളിൽ നിന്ന് നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ, തീക്ഷ്ണത നിറയട്ടെ, കഠിനാധ്വാനത്തിന് വേണ്ടി ദാഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12:24. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. വിശുദ്ധ ലിഖിതത്തിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ക്ഷമിക്കും. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുകയാണ്. ഓരോ രോഗപീഠകളിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കുടുംബത്തിലെ തകർച്ചകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. കുട്ടികൾ പ്രാർത്ഥിക്കട്ടെ. മൂടപ്പെട്ട ബുദ്ധിയെല്ലാം തെളിഞ്ഞു വരും. പഠിക്കാൻ ഓർമ്മ കിട്ടാത്തവർ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ, ഒരു കാര്യത്തിന് ഉത്സാഹമില്ലാത്തവർ, എങ്ങോട്ട് പോകുമ്പോൾ ഒരു മടി, എല്ലാ തരത്തിലും അന്ധകാര പീഡകളും ഈ സമയം യേശുവിൻ്റെ ശക്തി വിട്ടുമാറുകയാണ്. എല്ലാവരും യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഉന്നതമായ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ, സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, മിന്നൽ പിണരുകൾ പോലെ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കുടുംബത്തിൽ നിന്ന് രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ഓ ദൈവമേ, കാലങ്ങളായി തകർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഓരോ കുടുംബങ്ങളിലെ തകർച്ചയുടെ ആധിപത്യ ശക്തികൾ, ദുർമരണങ്ങൾ, അപകടമരണങ്ങൾ, ആത്മഹത്യകൾ കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, എന്ത് ചെയ്താലും ഒരു മേൽഗതി ഇല്ലാത്ത വിധം തകർച്ച, തടസ്സം, ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. തഴക്കദോഷങ്ങളും മദ്യപാനവും തിന്മയുടെ ആധിപത്യങ്ങളും നസ്രായയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ.